ജനപ്രിയ സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ച യുവ സീരിയൽ നടി സഞ്ജിത ഉഗാളയെ കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നടി ജീവനൊടുക്കാനുള്ള കാരണം വ്യക്തമല്ലെന്നും ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്താനായിട്ടില്ലെന്നും പോലീസ് അറിയിച്ചു. തന്റെ സഹോദരിയും സുശാന്തും സിനിമയിൽ നിന്ന് വലിയ സമ്മർദ്ദം നേരിട്ടിരുന്നുവെന്നും അതാണ് അവരെ ഒരു കടുത്ത നടപടിയിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. 6 വർഷത്തെ വ്യത്യാസത്തിൽ ഒരേ തീയതിയിൽ അവർ മരിച്ചു. സഞ്ജിത ഉഗാലയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ അവസാന പോസ്റ്റ് സുശാന്ത് സിംഗ് രജ്പുത്തിനെ കുറിച്ചാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഞായറാഴ്ച സുശാന്തിന്റെ ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇത് വീണ്ടും ജൂൺ 14 എന്ന് എഴുതിയ ഒരു ഇൻസ്റ്റാഗ്രാം റീൽ സഞ്ജിത പോസ്റ്റ് ചെയ്തിരുന്നു. എന്തായാലും സഹോദരിയുടെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി, പ്രസിഡന്റ്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്നിവർക്ക് ആകാശ് സതീഷ് പരാതി നൽകിയിട്ടുണ്ട്. ഞായറാഴ്ച വൈകിട്ട് 4 സൊപ്പാരെ ഈസ്റ്റിലെ വീട്ടിൽ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. വീട്ടുകാർ ഉടനെ തന്നെ വസായ് വിരാർ മുനിസിപ്പൽ കോർപ്പറേഷൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. മരിക്കുന്നതിന് മുൻപ് നടി ഇൻസ്റ്റാഗ്രാമിൽ തന്റെ നൃത്ത വീഡിയോ പങ്കുവച്ചിരുന്നു. കുങ്കും ഭാഗ്യ, സാജൻ ഘർ, ദിൽവാലെ ദുൽഹാലെ ജായേംഗി എന്നീ സീരിയലുകളിലെ വേഷം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. നടൻ വിക്കി കൗശൽ നായകനായ ചാവ എന്ന സിനിമയിലെ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട്. പിതാവ് മച്ചിന്ത ഉഗാളെ നൽകിയ പരാതിയിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും നടി സഞ്ജിത ഉഗാലയുടെ ആത്മഹത്യയെന്ന് സംശയിക്കുന്ന വിയോഗ വാർത്തയുടെ ഞെട്ടലിലാണ് സിനിമാ സീരിയൽ ലോകം. ഞായറാഴ്ച രാത്രി 7 മണിയോടെ നല്ലേ സഫാരിയിലെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് 23 വയസ്സുകാരിയായ സഞ്ജിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സഞ്ജിതയുടെ മരണവാർത്ത കേട്ട ഞെട്ടലിലാണ് അടുത്ത സുഹൃത്തും നടിയുമായ മേഘ ശർമ്മ. ഞാൻ വലിയ ഷോക്കിലാണ്, എന്ത് പറയണമെന്ന് അറിയില്ല. അവൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജനുവരി മുതൽ വിഷാദ രോഗത്തിനുള്ള ചികിത്സയിലായിരുന്നു, മേഘ പറഞ്ഞു. മരണത്തിന് തൊട്ട് മുൻപ് പങ്കുവച്ച അവസാന ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ദഫ്ലിവാലെ എന്ന പ്രശസ്തമായ ഗാനത്തിനൊപ്പം സഞ്ജിത പാടുന്നതായി കാണാം. ആരാധകരും സഹപ്രവർത്തകരും അടക്കം നിരവധി പേരാണ് പോസ്റ്റിന് താഴെ അനുശോചനം രേഖപ്പെടുത്തുന്നത്. എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. തൊഴിലിടത്തെ പ്രശ്നങ്ങളാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ കാരണമെന്നാണ് സഞ്ജിതയുടെ സഹോദരൻ പറഞ്ഞിരിക്കുന്നത്. ഞായറാഴ്ച വൈകുന്നേരം 6:30-നും 7:30-നും ഇടയിലാണ് സംഭവം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. മാതാപിതാക്കൾക്കും സഹോദരിക്കുമൊപ്പമാണ് സഞ്ജിത കഴിഞ്ഞിരുന്നത്. സംഭവ സമയത്ത് താരം വീട്ടിൽ തനിച്ചായിരുന്നു. ഞായറാഴ്ച വൈകുന്നേരം വീട്ടുകാർ പുറത്തുപോയ സമയത്ത് സഞ്ജിത വീട്ടിനുള്ളിൽ സാരിയിൽ കെട്ടിത്തൂങ്ങുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു. രാത്രിയോടെ വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് സഞ്ജിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. സംഭവത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുന്നതായും കുടുംബാംഗങ്ങളുടെയും അടുത്തവരുടെയും മൊഴികൾ രേഖപ്പെടുത്തുന്നതായും പോലീസ് വ്യക്തമാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി മെഡിക്കൽ റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ.